അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ റജബ് 27-ന്റെ പ്രഗൽഭമായ രാവിലാണ് നാമൊക്കെ സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മജ്ലിസിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാക്കിരീങ്ങളായ ദിക്ർ ചൊല്ലുന്നവരുടെ മജ്ലിസിൽ സമ്മേളിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയതുപോലെ നമുക്കും വേണ്ടപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മരണപ്പെട്ടു പോയവർ, ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കണം, ചേർക്കണമെന്ന് പറഞ്ഞവർ, എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അല്ലാഹുവിന്റെ ഇഷ്ടക്കാർക്ക് മാത്രം ഒരുമിച്ച് കൂടാൻ അവസരം കൊടുക്കുന്ന ജന്നത്തുൽ ഫിർദൗസിൽ നമുക്കെല്ലാവർക്കും അല്ലാഹു അവസരം തരട്ടെ. ഇന്നത്തെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം പോരിശയാണോ, ബറക്കത്താണോ, നിഅമത്താണോ വെച്ചിട്ടുള്ളത് അത് മുഴുവനും സ്വായത്തമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നിന്റെ ദുആക്ക് ഇജാബത്തിൽ നമ്മുടെ ദുആ കൂടെ അല്ലാഹു ചേർക്കട്ടെ. പ്രത്യേകിച്ച് ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, ജോലിയില്ലാത്ത, മക്കളില്ലാത്ത, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാൻ, മക്കൾ വിജയിച്ച് കാണാൻ, പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് വാങ്ങാൻ, അങ്ങനെ ഒരുപാട് പേര് മക്കൾക്ക് ശാരീരികമായി, പൈശാചികമായി പല രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഉസ്താദ് ഇത് വരക്കണം, മക്കൾ ഹിഫ്ദിന് പഠിക്കുകയാണ്, മക്കൾ വലിയ വലിയ കോഴ്സുകൾ ചെയ്യാണ്, ഇത് വരക്കണം, അങ്ങനെ എമ്പാടും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മജ്ലിസിൽ രോഗികളായ ഒരുപാട് ഉപ്പമാരുണ്ട്. കമന്റിലൂടെ ഒരുപാട് പറയുന്നവരുണ്ട്. പ്രത്യേകിച്ച് ദുആകളിൽ മറക്കരുത് എന്ന് പറഞ്ഞവരുണ്ട്. എല്ലാവരെയും ഓർക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് എല്ലാവർക്കും പ്രയാസങ്ങളൊക്കെ നീങ്ങി റാഹത്ത് പ്രദാനം ചെയ്യട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് ദറജ ഉയർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഇന്ന് പരിശുദ്ധമായ റജബ് 27-ന്റെ രാവാണ്. വല്ലാത്ത പോരിശയുണ്ട് ഇന്നത്തെ രാവിന് എന്ന് മനസ്സിലാക്കാൻ കേവലം ദീനുൽ ഇസ്ലാമിൽ ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തിനാ ഒരുപാട് തെളിവുകൾ? എന്തിനാ? ഇന്നത്തെ രാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയല്ലേ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിനെ കാണാൻ വേണ്ടി അത്ഭുത യാത്രക്ക് വേണ്ടി കൊണ്ടുപോയി നേരിട്ട് പടച്ചോനെ കൊണ്ട് ഒരു നബിമാർക്കും പടച്ചോൻ കൊടുക്കാത്ത ആ ലിഖാ ഉണ്ടല്ലോ, നേരിട്ട് കാഴ്ച, സമ്മാന നിസ്കാരം കൊടുത്തു. അത് നമുക്ക് സമ്മാനം പകർന്നു തന്നു. ആ അത്ഭുതകരമായ സംഭവം നടന്നു. അത് തന്നെ മതിയല്ലോ പ്രിയപ്പെട്ടവരെ. സ്വഹീഹായ എത്ര ഹദീസുകളിലൂടെയാണ് നമുക്ക് ഈ സംഭവം, മിഅ്റാജിന്റെ സംഭവം ഉള്ളത്. ആ ഒരു പവിത്രത പടച്ചോൻ തെരഞ്ഞെടുത്ത രാവിന് മുസ്ലിം ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ ഈ രാവിനെ പരിഗണിക്കും. ഇനി ആരൊക്കെ എന്തൊക്കെ മുടന്ത ന്യായങ്ങൾ കൊണ്ടുവന്നാലും ഒരാളും ഒഴിവാവില്ല. ഈമാനുള്ളവർ, പ്രത്യേക തൗഫീഖുള്ളവർ, ഇതെല്ലാവർക്കും കിട്ടൂല. എല്ലാവർക്കും ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ എന്താ ഇതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഇത് അല്ലാഹു തൗഫീഖ് ചെയ്ത ആളുകൾക്ക് മാത്രം പോലീസ് കിട്ടുന്ന രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബറക്കത്തൊക്കെ നമുക്ക് നൽകട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും വിശാലമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമുക്ക് പരിശുദ്ധമായ റജബ് 27-ന്റെ രാവിൽ, പ്രത്യേകിച്ച് റജബിന്റെ ആ അവസാനത്തെ 10 ദിനങ്ങളിൽ പ്രത്യേകം ഓതൽ ഫളായിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ്, മഹാനവറുകളുടെ ഉദ്ധരണി, അല്ലെങ്കിൽ അവിടുത്തെ പഠനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിവരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഫളായിലുൽ അമാലിന്റെ ഹദീസുകളും പോരിശയുള്ള ദിക്റുകളും ഒന്നും ഒഴിവാക്കാൻ തോന്നൂല. അത് ഇമാം നവവി തങ്ങളെയൊക്കെ പഠിക്കണം. അവിടെ നിന്നും ഇവിടെ നിന്നും കഷണം മുറിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ നമ്മൾ ഇത്തരം നന്മകളില്ലായ്മ ചെയ്യുന്നവർ ഇമാം നവവി തങ്ങളെയൊക്കെ പഠിക്കണം. ഫളായിലിന്റെ ഹദീസുകൾ വരുമ്പോൾ അതിനെങ്ങനെയാണ് മുഅ്മിനീങ്ങൾ അതിനെ ബന്ധപ്പെടുന്നത്, ഉപയോഗപ്പെടുത്തുന്നത് ഒക്കെ മനസ്സിലാക്കണം നമ്മൾ. ഏതായിരുന്നാലും അല്ലാഹു നമുക്ക് നന്മകൾ നഷ്ടപ്പെടാനുള്ള ഒരവസരം തരാതെ ഉപയോഗിക്കാനുള്ള അവസരം തന്നല്ലോ. അൽഹംദുലില്ലാഹി അൽഫമറ. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശദീകരിക്കുന്നില്ല. ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ചൊല്ലി തുടങ്ങാനുള്ളത്, റജബിന്റെ എല്ലാ ദിനരാത്രങ്ങളിലും പറഞ്ഞല്ലോ, നമ്മൾ മഗ്രിബ് കഴിഞ്ഞിട്ടും സുബ്ഹി കഴിഞ്ഞിട്ടും കൃത്യമായി നമ്മൾ ഓതി വരേണ്ട ഒരു ഇസ്തിഗ്ഫാറാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് തൗബ ചോദിച്ചുകൊണ്ടുള്ള ഒരു ദിക്റാണ്. അത് മഹാനായ ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു തആല ഉദ്ധരണി മഹത്തുക്കളായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 70 വട്ടം പറയുന്നവർക്ക് അവരുടെ ശരീരത്തിന്റെ സ്കിന്ന്, തൊലി നരകത്തിൽ നിന്നും അള്ളാഹു വിദൂരമാക്കി കൊടുക്കും. നരകത്തിൽ നിന്ന് കാവല് കിട്ടും. ഇത് ഖൽബ് തുറന്നു പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും അതിന്റെ ആ ദിക്റിന്റെ മീനിങ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അള്ളാഹുവിനോട് ഖൽബ് തുറക്കാം. പടച്ചോനെ, അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ കരുണ കൊണ്ട് എനിക്ക് നീ പുറത്തു തരണം, അല്ലെങ്കിൽ എനിക്ക് കരുണ ചെയ്യണം, മഗ്ഫിറത്ത് നൽകണം എന്നാണ്. എൻ്റെ തൗബ സ്വീകരിക്കണം എന്നാ പറയുന്നത്. ഇത് തീർച്ചയായും തൗബയുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, തൗബയുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാം, തിന്മകൾ മാച്ചു കളയാം. അത് ലോകത്ത് തർക്കമില്ല. ഖുർആനും തിരുസുന്നത്തും കൃത്യമായി പറഞ്ഞതാണ്.
അതിനാണ് മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് നരകത്തിൽ നിന്ന് കാവൽ കിട്ടുന്ന 70 വട്ടം ചൊല്ലേണ്ട ദിക്റാണ് ആദ്യം ചൊല്ലുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് മാപ്പ് നൽകണം പടച്ചവനെ, വർഹംനി, എന്നോട് കരുണ കാണിക്കണം പടച്ചവനെ, വതുബ് അലയ്യ, എൻ്റെ മേൽ നീ തൗബയെ സ്വീകരിക്കണം പടച്ചവനെ. ഇതാണ് നമ്മൾ പറയുന്നത്. ആത്മാർത്ഥമായി ഖൽബ് കൊണ്ട് നമ്മൾ പറയണം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, 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 اللهم اغفر لي وارحمني وتب علي، 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 اللهم اغفر لي وارحمني وتب
وتب علي اللهم اغفر لي وارحمني 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 وتب علي. തഖബ്ബൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ തേട്ടം അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഇനി മിഅ്റാജിന്റെ രാവിൽ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിൽ ഒരു സമ്മാനം കൊടുത്തു വിട്ടു. ആര്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എങ്ങനെ? എൻ്റെ ഉമ്മത്തിനോട് സലാം പറയണം നബിയെ എന്ന് പറഞ്ഞിട്ടാണ്. ബഹുമാനത്തോടെ ആദരവോടെയാണ് ഈ ഖൈറുൽ ഉമ്മത്തിന് സമ്മാനം തരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഈ പരിശുദ്ധമായ തസ്ബീഹ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോളൂ, ഉമ്മത്തിന് പോയി പഠിപ്പിച്ചു കൊടുത്തോളൂ. ഒരു തസ്ബീഹ് ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ ഒരു വൃക്ഷം അള്ളാഹു നമുക്ക് വേണ്ടി തയ്യാർ ചെയ്യും. ഏറ്റവും വലുതാണ്. അക്കൂട്ടത്തിൽ നമ്മൾ ചേർത്തി ചൊല്ലുന്നത് കെൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധിയാണ്. അതുകൂടെ ചേരുമ്പോൾ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ്. എന്തൊരു നിഅമത്താണ്. അഫ്ളലുൽ കലാമി ബഅദൽ ഖുർആൻ, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായ വാക്ക് അർബഉൻ, 4 വാക്കാ. ആ വാക്കായി പറയുന്നത് വഹുന്ന മിനൽ ഖുർആൻ, അത് തന്നെ ഖുർആനിന്റെ കഷണങ്ങളാണ്. കേട്ടോ, എത്ര പോരിശാണ്. ഖുർആൻ ഓതാൻ പറ്റാത്ത ഉമ്മമാർക്ക് നമ്മളിപ്പോൾ ഈ ചൊല്ലിയ പരിശുദ്ധമായ പാപമോചനത്തിന്റെ വചനം 70 വട്ടം ചൊല്ലുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്ന തസ്ബീഹ് ഒരു കുഴപ്പമില്ല, ചൊല്ലാവുന്നതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലണം. സ്വർഗപ്രവേശനം പോകുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നമുക്കുള്ള സെറ്റപ്പുകൾ നമ്മൾ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന ഏറ്റവും പ്രഗൽഭമായ ദിക്റാണ്. അത് ഓർമ്മ വേണം. ഇതിൽ നമ്മൾ പറയുന്നതിനേക്കാൾ അഫ്ളലായി വേറൊരു ദിക്ർ ഈ ലോകത്തൊരു പടപ്പിനും പറയാൻ പറ്റൂല. ഒരു ഖുർആൻ തിരഞ്ഞാലും ഇതിനേക്കാൾ അഫ്ളലായ ദിക്ർ കിട്ടൂല. അത്രയേറെ അഫ്ളലായ ദിക്റുകൾ സമ്മേളിച്ചിട്ടുണ്ട് ഈ വാക്കിൽ. ആത്മാർത്ഥമായി പറയണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി
والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി
ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم അല്ലാഹുവേ നിങ്ങളുടെ ഈ തസ്ബീഹ് ദിക്ർ നീ പരിപൂർണമായി സ്വീകരിക്കണേ പടച്ചവനെ. ഈ ദിക്റിന് നീ എത്ര ബഹുമാനമാണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് അതിനുള്ള വിവരമില്ല. പക്ഷേ ഇത് ചൊല്ലാൻ നീ ഞങ്ങളെ തൗഫീഖോടെ തിരഞ്ഞെടുത്തതുപോലെ ഇതിന്റെ കൂലിക്ക് കൂടെ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി അൽഹംദുലില്ലാ നമുക്ക് ചൊല്ലാനുള്ളത് ഈ പരിശുദ്ധമായ റജബ് മഹത്തുക്കൾ എങ്ങനെ പരിചയപ്പെടുത്തിയത്? ശഹറുൽ ഇസ്തിഗ്ഫാർ എന്ന ഇസ്തിഗ്ഫാറിന്റെ മാസം. അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ധാരാളം പറയേണ്ട മാസമാണ്. കാരണം കൽബ് ശുദ്ധീകരിക്കണം. ശഅബാൻ തൊട്ട് അയലത്ത് നിൽക്കാണ്, ഉപയോഗപ്പെടണം. റമദാനിൽ വിജയിക്കണം. ഇതിനാണ് ഒരുങ്ങുന്നത്. റജബ് മുതലേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ ഒരുങ്ങിയല്ലോ. ആ ഒരുക്കമാണ്, ആ ഒരുക്കത്തിന്റെ ഭാഗമാണ് ഇസ്തിഗ്ഫാർ.
അത് ഖൽബ് കൊണ്ട് ഖുർആനിന്റെ കഷണങ്ങളോട് കൂടെ തന്നെ നമുക്ക് ഇസ്തിഗ്ഫാറാക്കാം. എല്ലാവരും ഉമ്മമാരും ഉപ്പമാരും ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ എന്ന നിയ്യത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഒരാൾ ഒഴിവാകണ്ട. നിസ്കരിക്കാൻ പറ്റാത്ത, ഖുർആൻ ഓതാൻ പറ്റാത്ത ഒരു വിഷമത്തിൽ പഠിച്ചോനെ രാത്രി നഷ്ടപ്പെട്ടല്ലോ, ഇതിന്റെ പോലീസ് ഒരു കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്, ഏറ്റവും പവർഫുള്ളാണ് ഇസ്തിഗ്ഫാർ. ഖൽബ് തുറന്ന് നമ്മൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതിന്റെ കൂലി മുഴുവൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ പടച്ചവനെ. ഇനി അൽഹംദുലില്ലാ, സ്വലാത്തില്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യന് പിന്നെ എന്ത് നന്മയുള്ളത്? സ്വലാത്ത് അത് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. ഹബീബിന്റെ മുഹബ്ബീങ്ങൾക്ക് സ്വലാത്ത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരിടപാടും പറ്റൂല. ഇവിടെയും സ്വലാത്താണ്. സ്വലാത്തിന്റെ കൂലിയോ അല്ലാഹു അഅലം അല്ലേ? സ്വലാത്തിന് എന്താ കൂലി? അല്ലാഹു അഅലം. അത്ര വലിയ കൂലിയാണ്. ഏതായിരുന്നാലും സ്വലാത്ത് നമ്മുടെ വിഷമങ്ങൾ മാറാനും മുറാദുകളൊക്കെ ഹസ്വലായി കിട്ടാനും നമ്മുടെ രോഗങ്ങളൊക്കെ മാറാനും നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാനും എന്തിനും പറ്റും സ്വലാത്ത്. അപ്പോൾ കൽബിലുണ്ടാവാം മുറാദുകളുണ്ടെങ്കിൽ ആ മുറാദ് കൽബിൽ കരുതുക. രോഗങ്ങളുണ്ടെങ്കിൽ മാറാൻ വേണ്ടി നിയ്യത്ത് ചെയ്യുക. ഏതൊരു നിയ്യത്തും മക്കൾ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റഡി ചെയ്യുന്ന മക്കളുണ്ട്, SSLCൻ്റെ +2 അവർക്കൊക്കെ ഉന്നതമായ ഗ്രേഡ് വേണം, വിജയം വേണം ആഗ്രഹിക്കുന്നവരുണ്ട്. സ്വന്തം മക്കൾ നിയ്യത്ത് ചെയ്യുക, മാതാപിതാക്കൾ നിയ്യത്ത് ചെയ്യുക, മക്കളുടെ രോഗങ്ങൾ, വാശി, അതേപോലെ തന്നെ സ്വഭാവ ദൂഷ്യം, ഇതൊക്കെ നിയ്യത്ത് ചെയ്യുക. സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ആർക്കാ തറക്കുള്ളത് ഇവിടെ?
ആർക്കാ തർക്കമുള്ളത്? ഒരാൾക്കും തർക്കമില്ല. അത്രയേറെ പവർഫുള്ളാണ് സ്വലാത്തിന്റെ കൂലി. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ അവിടത്തിന്റെ മേൽ സ്വലാത്തും സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മാനങ്ങൾ തന്നെയായ സ്വലാത്ത് തന്നെയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആത്മാർത്ഥമായി ചൊല്ല, ഖൽബ് തുറന്ന് ചൊല്ല. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം.
صلى الله على سيدنا محمد والآل والأصحاب سلم 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 صلى الله على سيدنا محمد والآل والأصحاب سلم
സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ദിക്റുകൾ സ്വലാത്തുകളൊക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ചൊല്ലിയതും ചൊല്ലിപ്പിച്ചതും കൂടെ കൂടിയതും എല്ലാം അല്ലാഹു ഇഷ്ടപ്പെടുന്ന അമലാക്കട്ടെ. അല്ലാഹു ആരെല്ലാം നമ്മൾ ആക്ഷേപിച്ചു പറഞ്ഞാലും ആരെല്ലാം നമ്മളെ കൊഞ്ഞണം കുത്തിയാലും ഈ രാവിന്റെ പോരിശ വേണമെന്ന് കൽബിൽ കറകളഞ്ഞ നിയ്യത്തുള്ളവരാണ് നമ്മൾ. ഒരാളുടെയും എന്താ പറയാ കളിയാക്കലോ ട്രോളോ ഒന്നും വകവെക്കാതെ അള്ളാഹിന്റെ പൊരുത്തം കൽബിൽ മോഹിച്ചവരാണ് നമ്മൾ വെറുതെ ആവില്ല. അള്ളാഹു നമ്മുടെ കൽബുകളെ, നമ്മുടെ കണ്ണിനെ, കാതിനെ, നാവിനെ ഒക്കെ നന്നാക്കി തരട്ടെ. റജബിന്റെ ബറക്കത്തും ശഅബാനിന്റെ ബറക്കത്തും റമളാനിലേക്ക് ആഫിയത്തോടെയുള്ള എത്തലും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ, വിജയമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട ഒരുപാട് പേര് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കൽബിൽ ഒരുപാട് പേരുടെ മുറാദുകൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രോഗങ്ങൾ, കഷ്ടപ്പാട്, വീടില്ലാത്ത, കടമുള്ള, ജപ്തിയുടെ വക്കീലാണുള്ളത്. അങ്ങനെ ഒരുപാട് വിസ ശരിയായിട്ടില്ല, മക്കളുടെ സ്വഭാവം നന്നായിക്കിട്ടെ, മക്കൾക്ക് രോഗമുണ്ട്, പൈശാചികമായ ഷെറുകളുണ്ട്, അതൊക്കെ മാറാൻ, മക്കളില്ലാത്തതിന്റെ ഒരുപാട് പേര് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാൽ നമ്മുടെ കൽബിലെ എല്ലാ മുറാദുകളും നമ്മൾ മുന്നിൽ വെക്കാണ്. പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ അപാരമായ നസ്ർ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാഹചര്യമാണ്. അള്ളാഹു നമുക്ക് എല്ലാവിധ നസ്റും സഹായവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാ. നാളെ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഇഷ്ട തൗഫീഖുള്ള ആളുകൾക്ക് മാത്രം
അള്ളാഹു അവസരം കൊടുക്കുന്ന നോമ്പാണ് എന്ന് പറഞ്ഞാൽ ആ നോമ്പിനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചിട്ട് പരിശുദ്ധമായ റജബ് 27 സുന്നത്ത് നോമ്പ് സുയാമ സിത്തീന ശഹറ 60 മാസക്കാലം നോമ്പ് പിടിച്ച് എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തെ നോമ്പിന്റെ കൂലി കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ മുബാറക്കായ നാവിലൂടെ വഹീന്റെ വാക്ക് നമുക്ക് പറഞ്ഞു തന്നു. എങ്ങനെ അവിടുന്ന് സംസാരിക്കുക? സ്വയം പ്ലാനിങ് സംസാരിക്കില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അള്ളാഹു പറഞ്ഞാൽ അനുമതി നൽകിയാലേ വോയിസ് ഉണ്ടാവൂ പുണ്യ നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വോയിസിൽ ഇങ്ങനെ കാണാം. എവിടെ എൻ്റെ ഹദീത്ത്? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ലോകപ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ ഹദീത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ ഈ ഹദീത്ത് കൊണ്ടുവന്നത്? ഇങ്ങനൊരു ഹദീത്ത് ഇല്ല എന്ന് പറയാനോ, അല്ലെങ്കിൽ ഈ ഹദീത്ത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട എന്ന് പറയാനോ, ഈ ഹദീത്തിന് ഒരു ആദരവും കൊടുക്കണ്ട, അത് ഒരു മൂലയിൽ കിടന്നോട്ടെ എന്ന് പറയാനോ അല്ല. എന്തിനാ മഹാനവറുകൾ 1000 കൊല്ലത്തിനിടയിൽ 5ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദു ഖർനിൽ ഖാമിസ, 5ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ഇമാം ഗസാലി തങ്ങൾ. തർക്കല്ല ഇമാം ഗസാലി തങ്ങൾ മഹാനാണെന്നുള്ളതിൽ മുസ്ലിം ലോകത്തിന് തർക്കമില്ല. മഹാനവറുകൾ കൊണ്ടുവന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇന്നും നെഞ്ചോട് ചേർക്കാൻ ഫിഖ്ഹിന്റെ ഒരുപാട് കിതാബുകളിൽ ഒരുപാട് മണിക്കൂറുകളോളം സംസാരിക്കാനുണ്ട്. അത്രയും ഇമാമുകൾ ഉദ്ധരണി പറഞ്ഞ സുന്നത്തായ ഒരു പ്രഗത്ഭമായ ഒരുപാട് കൂലി കിട്ടുന്ന നോമ്പാണ് റജബ് 27 നാളത്തെ നോമ്പ്. അതിന് ഇന്ന് തന്നെ നമ്മൾ നിയ്യത്ത് കരുതാ. ചില സുന്നത്തുകൾ അതിന്റെ കൂടെ കയറി വരുന്നുണ്ട്. ഇപ്പൊ റജബിന്റെ ഓരോ ദിവസവും നോമ്പ് പിടിച്ചാൽ ആ നോമ്പിന്റെ സുന്നത്തിന്റെ കൂലി കിട്ടും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അപ്പോ റജബ് മാസത്തെ ഒരു സുന്നത്ത് നോമ്പ് അതിന് വല്ലാത്ത കൂലിയാണല്ലോ. ആണല്ലോ. മാസം മുഹറമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ ഇതൊക്കെ പ്രശ്നങ്ങൾ ഇടയിൽ തിരികെ കയറ്റുകയാണ്. യഥാർത്ഥത്തിൽ ആളുകൾക്ക് വിശ്വാസം ഉണ്ടാക്കാൻ ഇടയിൽ പ്രശ്നങ്ങൾ കയറ്റാണ്. യഥാർത്ഥത്തിൽ റജബിന്റെ ഒരു ദിവസം സുന്നത്തും പിടിച്ചാൽ കൂലിയുടെ കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് തർക്കം ഉണ്ടാവില്ല. എന്തിന്? സാധാ ഒരു മാസത്തിൽ ഒരു ദിവസം നോമ്പ് പിടിച്ചാൽ കൂലിയാണ്. പിന്നെയല്ലേ മുഹറമായ റജബിൽ വല്ലാത്ത കൂലിയാണ്. അതോടൊപ്പം റജബിലെ സുന്നത്ത് ഒരു ദിവസത്തിന്റെ റജബിലെ സുന്നത്ത് നോമ്പ്, അതോടൊപ്പം റജബ് 27 പ്രത്യേകമായ സുന്നത്തും മിറാജിന്റെ നോമ്പ്, അതേപോലെ തന്നെ അയ്യാമുസൂദ് കറുത്തവാമിന്റെ ദിനങ്ങളിൽ പ്രത്യേക നോമ്പ് സുന്നത്താണെന്ന് ഫുഖഹാക്കൾ കറതീർത്തു പറഞ്ഞിട്ടുണ്ട്. അത് റജബ് 27 നോമ്പ് കയറി വരും. ത്വഫയിലൊക്കെ ഭാഗത്ത് കാണാം. അപ്പൊ ആ ഒരു കൂലിയുണ്ട്. 3 കൂലിയാണ് അതിലൂടെ കയറി വരുന്നത്. ഒന്ന് റജബിന്റെ സാദാ സുന്നത്ത് നോമ്പ്, അതോടൊപ്പം പരിശുദ്ധമായ റജബ് 27 നോമ്പ്, പിന്നെ അയ്യാമുസൂദിന്റെ സുന്നത്ത് നോമ്പ്. ഇതൊക്കെ പടച്ചോ നമുക്ക് നൽകിയ നിഅമത്തല്ലേ. എന്തിനാ നിഅമത്ത് നമ്മൾ മൂടി വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുക? വേണ്ട. പിന്നെ നോമ്പ് ഖളാ വീട്ടാനുണ്ടെങ്കിൽ ഖളാ വീട്ടാനുള്ള നോമ്പിന്റെ നിയ്യത്തോടെ കരുതിയാൽ 4 നോമ്പിന്റെ കൂലിയായി. എത്ര? ഒരു നോമ്പിന്റെ കൂലി തന്നെ എത്രയാണ്? അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ പ്രത്യേക തൗഫീഖുള്ള ആളുകൾക്ക് മാത്രം അള്ളാഹു വെച്ച് നീട്ടുന്ന പ്രഗത്ഭമായൊരു നോമ്പാണ്. അത് കഴിയുന്നിടത്തോളം അൽഹംദുലില്ലാ നമ്മളൊക്കെ പിടിക്കാൻ ശ്രമിക്കുക. ഫളായിലുൽ അമാലിന്റെ ഒരു ഹദീസിൽ ഫളായിൽ വന്നിട്ട് ആ ദിവസത്തിൽ ആ കൂലി മോഹിച്ച ഒരാൾ നോമ്പ് പിടിച്ചാൽ ആ നോമ്പിന് കൂലില്ല എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ഇമാം നവവി തങ്ങളെ കവച്ചു വെച്ചിട്ട് സംസാരിക്കാൻ ഒരാളുണ്ടോ ഈ ലോകത്ത്? ഒരാളുണ്ടോ? അത്ര വലിയ മഹാനൽ ഇമാം നവവി തങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ശറഹ് മുസ്ലിമിൽ. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അവസരം നൽകി ഈ നിയ്യത്തുകളൊക്കെ നമ്മൾ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഒരു ഫാത്തിഹ നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും, എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും, പ്രത്യേകിച്ച് നമ്മുടെ വേണ്ടപ്പെട്ടു പോയ ഒരുപാട് പേര് മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഉസ്താദുമാരുണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ റജബ് മാസത്തിൽ വഫാത്തായി പോയി ഒരുപാട് മഹത്തുക്കളുണ്ട്. അവരെയൊക്കെ നമ്മൾ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഹഫീസിന്റെ കുടുംബത്തിൽ ഒരുപാട് പേര്, പഴയകാല കുടുംബത്തിൽ ഇന്നോളമുള്ളതിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് പേരുടെ കുടുംബത്തിൽ മരണങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാവരെയും നിയ്യത്ത് ചെയ്യാം. കുല്ലും എല്ലാവരെയും നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഫാത്തിഹ ഓതുന്നത്. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാഥാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس صدق الله مولانا العظيم بارك الله لنا ولكم بالقرآن العظيم آمين يا رب العالمين അൽഹംദുലില്ലാ. എല്ലാവരും ദുആയിൽ എല്ലാവരെയും ഓർക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തരെയും പേര് പറഞ്ഞില്ല, എടുത്തു പറഞ്ഞില്ല. ആരും വിഷമിക്കേണ്ടതില്ല. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദുആരക്കുന്നത്. അല്ലാഹു നമുക്ക് വിജയം നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സദസ്സ് പിരിഞ്ഞാൽ രാത്രിയിൽ കഴിയുന്നിടത്തോളം, പ്രത്യേകിച്ച് തഹജ്ജുദിന്റെ നേരത്തൊക്കെ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ മറന്നുപോയാലും ഇന്ന് മറക്കാൻ പാടില്ല. നേരത്തെ എഴുന്നേൽക്കുക, ഖൽബ് തുറക്കുക, ദുആരക്കുക. എല്ലാം പ്രധാനപ്പെട്ട സമയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ പൗരുഷയും ഗുണങ്ങളും അല്ലാഹു നമുക്ക് നൽകട്ടെ. നോമ്പ് പിടിക്കാൻ പറ്റാത്ത, നിസ്കരിക്കാൻ പറ്റാത്ത, ഖുർആൻ ഓതാൻ പറ്റാത്ത സമയങ്ങളിലുള്ള ഉമ്മമാരൊന്നും ബേജാറാകണ്ട. ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രഗൽഭമായ ദിക്റും സ്വലാത്തും നമുക്കൊരു മുടക്കമില്ലാതെ ചെല്ലാൻ പറ്റുന്നതാണ്. പിന്നെ ദുആരക്കുക. ഒരു സമയത്തും തടസ്സമില്ലാത്ത മുഖുൽ ഇബാദത്തിന്റെ മജ്ജ, ഇബാദത്തിന്റെ ഏറ്റവും പ്രഗൽഭമാണ് ദുആ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഇബാദത്താണ് ദുആ. അപ്പോ കഴിവിന്റെ പരമാവധി ദുആയിൽ നമ്മൾ എൻഗേജഡ് ആവണം. ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് പരസ്പരം ദുആ വസിയത്തുകൾ വിജയിക്കാനും ഉപയോഗപ്പെടുത്താനും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ദുആരക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി ഖൽബ് കൊണ്ട് നാവിലൂടെ ആമീൻ പറയണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നിങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്, വിവരം കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്. ഞങ്ങളുടെ കണ്ണ് മോശമാണ്, കാത് മോശമാണ്, നാവ് മോശമാണ്. അല്ലാഹുവേ, നിന്റെ മാപ്പ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നിന്നോട് ഖൽബ് തുറന്ന് ചോദിച്ചാൽ ഇജാബത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹ്. പടച്ചവരേ, അല്ലാഹുവേ, ഞങ്ങളുടെ കരങ്ങളെ തള്ളിക്കളയല്ല അല്ലാഹ്. ഞങ്ങൾക്ക് ചോദിക്കാൻ നിന്നോടല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല റബ്ബേ. ഞങ്ങളോട് പിന്നെ വാ എന്ന് പറയല്ലേ റബ്ബേ. അല്ലാഹുവേ, ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങൾ മുഴുവനും റഹ്മാനായ ഗഫാറായ റബ്ബേ മാപ്പ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് 27 രാവിന് ആരെല്ലാം പോരുഷയില്ലെന്ന് പറഞ്ഞാലും, ഒരു പ്രത്യേകതയില്ലെന്ന് പറഞ്ഞാലും, റബ്ബേ, ഞങ്ങൾക്ക് ഹബീബിനോട് സ്നേഹമുള്ളത് കൊണ്ട് ഹബീബിനെ കൊണ്ടുപോയി അല്ലാഹുവേ നിന്റെ ലിഖാ കാണിച്ചു കൊടുത്ത്, നിസ്കാരമാകുന്ന സമ്മാനം കൊടുത്ത്, റബ്ബേ, ഇന്നും ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ മുഴുവനും ഹബീബ് മിഅ്റാജിന്റെ രാത്രിയിൽ കൊണ്ടുവന്ന സമ്മാനത്തിന്റെ ഭാഗമാണ് റബ്ബേ. അതൊന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല എന്നും നടിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല റബ്ബേ. അതിനെ തൗഫീഖിന് ഞങ്ങൾ തെരഞ്ഞെടുത്തതുപോലെ ഇതിന്റെ കൂലിക്കും ഞങ്ങളെ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. പടച്ചവരേ, ആരുടെയെങ്കിലും വിഡ്ഢിത്തങ്ങൾ കേട്ടിട്ട്, ആരുടെയെങ്കിലും സുയിപ്പാക്കൽ കേട്ടിട്ട് ഇന്നത്തെ രാവിനെ പരിഗണിക്കാതെ ഒരു ബഹുമാനമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ബോധം കൊടുക്കണേ അല്ലാ, നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബേ. പടച്ചവരെ, ഇന്നത്തെ രാവിൽ ഞങ്ങൾക്ക് പ്രത്യേകം നീ ഇജാബത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ദാരിദ്ര്യങ്ങളും എല്ലാം മാറ്റണേ റബ്ബേ. അല്ലാഹുവേ, കടങ്ങളുള്ളവർ ജപ്തിയുടെ വക്കാണ് ഉസ്താദേ, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, മക്കളില്ല, വീടില്ല, ജോലിയില്ല എന്ന് പറഞ്ഞവര്, അല്ലാഹുവേ മക്കൾക്ക് രോഗമാണെന്ന് പറഞ്ഞവര്, അല്ലാഹുവേ മക്കള് പഠിക്കാൻ SSLC ആണ്, മക്കള് +2 ആണെന്ന് പറഞ്ഞ് പലരും ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മജ്‌ലിസിൽ, ഞങ്ങളുടെ അൻവാറെ ഫജന്റെ കുടുംബത്തിൽ, ഞങ്ങളുടെ ദിക്റിന്റെ മജ്‌ലിസിൽ ഒരുപാട് കുടുംബങ്ങളിൽ മക്കൾ പഠിക്കുന്നവരാണ്. അല്ലാഹുവേ, ഒരുപാട് പഠിക്കുന്ന മക്കൾ വേറെയുമുണ്ട്. എല്ലാവർക്കും വിജയം കൊടുക്കണേ അല്ലാ.
എല്ലാവരുടെ പ്രയാസവും മാറ്റണേ റബ്ബേ. മാരകമാണ് രോഗങ്ങളും അപകടങ്ങളും അപകട മരണങ്ങളും അവർക്കും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. പഠിച്ചവരെ ലോക മുസ്ലിമീങ്ങൾക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, വിജയം കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളെ ഓരോരോ പുണ്യമാക്കപ്പെട്ട മസ്ജിദിന് അവകാശം പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഇസ്ലാം ഒന്ന് തകർന്നു കാണാൻ കൊതിക്കുന്ന ശത്രുക്കൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവരെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂല, തടയിടാൻ സാധുക്കളായ ഞങ്ങൾക്ക് കഴിയൂല. റബ്ബേ നീ നിന്റെ നസ്ർ കൊണ്ട് ഇടപെടണേ അല്ലാ. അവർക്ക് മുഴുവനും നല്ല ബോധം നീ തുറന്നു കൊടുക്കണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റബ്ബേ. ലോക മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാ. പ്രത്യേകിച്ച് പീഡിപ്പിക്കപ്പെടുന്ന അല്ലാഹുവേ ദുൽമിനിരയാകുന്ന ഫലസ്തീനിന്റെ മക്കളടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ വിഷമിക്കുന്നവര് അവർക്ക് മുഴുവനും സലാമത്ത് കൊടുക്കണേ റബ്ബേ. മുറാദുകൾ ഒരുപാട് ഹാസിലാകാൻ കൊതിച്ചിരിക്കുന്നവർ ഹാസിലാക്കണേ അല്ലാ. വിളച്ചവരേ അല്ലാഹുവേ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ഉസ്താദുമാര് ഖബർ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ ആദ്യം നീ അവർക്ക് സ്വർഗം കൊടുക്കണേ റബ്ബേ. ഞങ്ങളാകാൻ വേണ്ടി കഷ്ടപ്പെട്ടവർ ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് റബ്ബേ ഇന്നത്തെ പോലെ സൗകര്യമില്ലാത്ത കാലത്ത് ഞങ്ങൾക്ക് രോഗമൊക്കെ വരുമ്പോ ഞങ്ങളുടെ തോളിലിട്ടുകൊണ്ട് കിലോമീറ്റർ വെയിൽ കൊണ്ട് നടന്നുപോയ സാധുക്കളാണ് റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് തകർന്നു പോയവരാണ് അല്ലാഹുവേ. പലരും ഖബറിലാണ്, പലരും നടുവും കൈകാലിനൊക്കെ വേദനയും ചുമയും പ്രയാസങ്ങളുമാണ് അല്ലാഹുവേ. നീ അവരെ സഹായിക്കണേ അല്ലാ. ഇന്നത്തെ രാവിലെ നീ കൊടുത്ത പോരിശ് കൊണ്ട് അവരെ സഹായിക്കണേ റബ്ബേ. ഇന്നത്തെ രാവിലെ ഹബീബിന് നിന്റെ ലിഖാവ് കൊടുത്ത നിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ലിഖാഇന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ റഹ്മത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ അല്ലാഹുവേ അവർക്ക് നീ സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. മാരകമായ രോഗത്തിൽ അവരെയും ഞങ്ങളെയും പെടുത്തല്ലേ അല്ലാ. ക്യാൻസറും ട്യൂമറും ഹൃദ്രോഗങ്ങളും വാൽവ് തകരാറുകളും ശരീരം ബൈപ്പാസ് സർജറിയും ഓപ്പറേറ്റും ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റപ്പെടാനും ഒന്നും ഈ അവസരം തരല്ലേ അല്ലാ. അല്ലാഹുവേ നിനക്ക് പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളിൽ ഇബാദുകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നാളത്തെ നോമ്പിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെ സലാമത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഇജാബത്ത് തരണേ റഹ്മാനേ. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളോട് മഹബത്ത് വെക്കുന്ന, ക്ലാസ്സിനോട് മഹബത്ത് വെക്കുന്ന, മജ്ലിസിനോട് മഹബത്ത് വെക്കുന്ന, ദീനിനോട് മഹബത്ത് വെക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ പരിപാടികൾ വളരെ ഭംഗിയായി മുഅ്മിനീങ്ങളുടെ കണ്ണിലും കാതിലും എത്തിക്കാൻ വേണ്ടി അല്ലാഹുവേ ഒരുപാട് ഉറക്കമുളച്ച് കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ, സഹോദരങ്ങൾ അല്ലാഹുവേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. രോഗശമനം കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ഒരു കണ്ണേറുകാരുടെ കണ്ണേരും ഹാസിദീങ്ങളുടെ ഹസദിലും മാക്കിരീയങ്ങളുടെ മക്കറിലും സാഹിര്യങ്ങളുടെ സിഹറിലും ഐനീങ്ങളുടെ ഐനിലും നീ അവരെയും ഞങ്ങളെയും കൊടുക്കല്ലേ അല്ലാ. പഠിച്ചവനെ എല്ലാവിധ ശർറുകളും ഒഴിവായി സന്തോഷത്തോടെ റാഹത്തോടെ ഞങ്ങൾക്ക് നിന്റെ ത്വായത്തിൽ ദീർഘായുസ്സ് ആഫിയത്തോടെ തരണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. ഇന്നത്തെ രാവിന്റെയും നാളത്തെയുടെയും എല്ലാ പോരിശയും ഞങ്ങൾക്ക് തരണേ അല്ലാ. റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകി റമളാനിലേക്ക് ആഫിയത്തോടെ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم رب ارحمهما كما ربياني صغيرا. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صلي على جميع الأنبياء المرسلين وآخر كلام الحمد لله. السلام عليكم ورحمة الله وبركاته.